പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പ്രകൃതിയിലെ അനേക കോടി ജീവജാലങ്ങളിൽ വിവേകം കൊണ്ടും വിശേഷബുദ്ധി കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രം. വേറെയും ഒരുപാട് ജീവജാലങ്ങൾ ഭൂമിയിലും പ്രകൃതിയിലുമുണ്ട്. ആ ജീവജാലങ്ങളൊന്നും സുഹൃത്തുക്കളെ കബളിപ്പിക്കുന്നില്ല. വീടുണ്ടാക്കാനായി ഒരു ജീവിയും ലോൺ എടുക്കുന്നില്ല. മാനസിക പിരിമുറുക്കത്താൽ ആത്മഹത്യ ചെയ്യുന്നില്ല. അവ സൗന്ദര്യ മത്സരങ്ങൾക്കില്ല. കൂട്ടുകാരനെ നുണ പറഞ്ഞ് ചതിക്കുന്നില്ല. കള്ളസത്യം ചെയ്ത് കച്ചവട സാധനങ്ങൾ വിൽക്കുന്നില്ല. പ്രകൃതിയെ മലിനമാക്കുന്നില്ല. ആ ജീവികളുടെ ലോകത്ത് വിവാഹമോ ചുംബന മത്സരങ്ങളോ ഇല്ല. ഇതൊക്കെയുള്ളത് മനുഷ്യരിൽ മാത്രമാണ്. ഇതൊന്നുമില്ലാത്ത ജീവജാലങ്ങളിൽ എയ്ഡ്സ് ഇല്ല, സിഫിലിസ് ഇല്ല, ഗൊണോറിയയും ഷാങ്ക്രോയിഡും ഇല്ല. അവയെല്ലാം മനുഷ്യരിൽ മാത്രം. ആഹാര സമ്പാദനത്തിന് വേണ്ടി കുഴിയാന എന്ന് പറയുന്ന ഒരു അത്ഭുത ജീവി, നമുക്ക് പരിചയമുള്ളൊരു അത്ഭുത ജീവി, എങ്ങനെയാണത് അതിൻ്റെ ആഹാര സമ്പാദനത്തിന് വേണ്ടി സൂത്രമൊരുക്കുന്നത് എന്ന് നമ്മിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എങ്കിൽ ആഹാര സമ്പാദനത്തിനായി കുഴിയാനക്ക് സ്രഷ്ടാവ് ഒരുക്കി കൊടുത്തിട്ടുള്ള അത്ഭുതകരമായ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒരു കുഴിയാന മഴവെള്ളം കുത്തനെ വീഴാത്ത ഈർപ്പമില്ലാത്ത സ്ഥലത്ത് ഫണലാകൃതിയിൽ കുഴിയുണ്ടാക്കി കുഴിയുടെ അടിയിൽ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഇരയെ തേടി. മുകൾ ഭാഗത്ത് കുഴിക്ക് വ്യാസം കൂടുതലും താഴോട്ട് പോകുന്തോറും വ്യാസം കുറഞ്ഞു വരികയും ചെയ്യും. വഴിതെറ്റി വരുന്ന ഒരു ഉറുമ്പ് ആ കുഴിയിൽ വീഴാൻ പാകത്തിനാണ് അത് കുഴി തന്ത്രപരമായി ഇങ്ങനെ മെനഞ്ഞെടുക്കുന്നത്. ഒരു ഉറുമ്പ് വഴിതെറ്റി കുഴിയിൽ വീഴേണ്ട താമസം, ടച്ച് സെൻസിറ്റീവ്നെസ് വളരെ കൂടുതലുള്ള കുഴിയാന ആ ഉറുമ്പിനെ കടിച്ചു പിടിച്ച് മണലിൽ പൂഴ്ത്തുന്നു. പിൻകാലുകളെ കൊണ്ട് മണ്ണ് തട്ടിത്തെറിപ്പിച്ച് കുഴി കൂടുതലാക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ആഹാരം അത് സമ്പാദിക്കുന്നത്. ഇത് കുഴിയാന സ്വന്തം ബുദ്ധി കൊണ്ട് മെനഞ്ഞെടുത്ത ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പരിണാമത്തിൻ്റെ പടവുകൾ താണ്ടി കോടിക്കോടി വർഷങ്ങൾ പിന്നിട്ടപ്പോൾ കുഴിയാനക്ക് എങ്ങനെ ഇങ്ങനെ ഒരു തന്ത്രം മെനഞ്ഞെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അവശേഷിക്കുകയാണ്. ആ ചോദ്യം അവശേഷിക്കുകയാണ്. ആ കുഴിയാനയാണ് ദിവസങ്ങൾ കഴിഞ്ഞ് കുഴിയാനത്തുമ്പികളായി പുറത്തു വരുന്നത് എന്ന് എത്ര പേർക്കറിയാം? ആ കുഴിയാനത്തുമ്പികൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഉറുമ്പുകളുടെ ഭക്ഷണമായി തീരും. എത്ര അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ് പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ പ്രകൃതിയും അതിലുള്ള ചെറുതും വലുതുമായ എല്ലാ ജീവികളെയും സൃഷ്ടിച്ചത് നമ്മളാരുമല്ല. അതിനെ സൃഷ്ടിച്ചത് ദൈവമാണ്, അല്ലാഹുവാണ്. അവനാണ് അല്ലാഹു. അല്ലാതെ അല്ലാഹു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗോത്രവർഗത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ശക്തിയല്ല. ഇങ്ങനെ നമുക്ക് മുമ്പിൽ വലിയ ഒരു ചിത്രം ആ കുഴിയാന ആസൂത്രണം ചെയ്യുകയാണ്. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ല അലല്ലാഹി റിസ്ഖുഹ എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു വാചകമുണ്ട്. ഈ പ്രകൃതിയിൽ ഏതൊരു ജീവിക്കും
ആ ജീവിയുടെ ഭക്ഷണം അള്ളാഹുവിൻ്റെ കൈവശമില്ലാതെ ഇല്ല. നാം ആരുമല്ല അവയ്ക്ക് ഭക്ഷണം നൽകുന്നത്. അപ്പോൾ ആ അത്ഭുതകരമായ ജീവിയെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാകുന്നു യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ചെറിയ വിഷയമാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.